വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഹാന കൃഷ്ണയുടെ ഇതിൽ കണ്ട മാംഗോ പുഡിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാംഗോ സീസൺ ആണല്ലോ ഇപ്പം, തീരാറായി. അപ്പം നമുക്ക് പുഡിംഗ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. നമ്മളിതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഐറ്റമാണ്. അത് ട്രൈ ചെയ്യാമെന്ന് ഞാനിപ്പോൾ നിർദ്ദേശിച്ച് വിചാരിച്ചു. അപ്പോൾ അച്ഛനും അമ്മയും വേണപ്പനും പേരമ്മയും കൂടി ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പോയേക്കാണ്. അപ്പം നമ്മൾ പതുക്കെ യൂട്യൂബൊക്കെ എടുത്ത് പുഡിംഗ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ: നല്ല പഴുത്ത മാങ്ങ വേണം, കോക്കനട്ട് മിൽക്ക് വേണം, ബ്രെഡ് വേണം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഹണിയും കൂടെ ചേർത്ത് കോക്കനട്ട് മിൽക്ക് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള മാംഗോസ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്, പിന്നെ കുറച്ച് മാംഗോ പ്യൂരിയും കൂടെ വെക്കുന്നുണ്ട്. അത് മേളിൽ അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്യുന്നത് ബ്രെഡ് മാത്രം വെച്ചിട്ട് അത് ഫുള്ള് ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. ഫസ്റ്റ് ലെയർ is ready now. The next layer is the beautiful mangoes. So we will put garnish. Garnish alla? No, this is the layering part. ഇനി ഇത് വെച്ചിട്ട് പിന്നാണോ തേങ്ങാപ്പാൽ ഒഴിയുന്നത്? ഇങ്ങനെ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഐ തിങ്ക് നമ്മൾ പ്ലെന്റി ഓഫ് ഇത് യൂസ് ചെയ്യണം. Enough to soak, right? Yeah, bread will absorb the water content easily. തീരാറായി. ലാസ്റ്റ് ലെയർ ആണത്. ഒരു ലെയർ കൂടെ ചെയ്യാം. അറിയില്ല ഗൈസ്. ഇത് ഈ വീട് വാങ്ങിച്ചപ്പോഴുള്ള കട്ടിംഗ് ബോർഡാണ്. ഈ വീട് റിനോവേറ്റ് ചെയ്ത ടൈമിലുള്ള. സോ coconut milk, the coconut milk part again. This is the final coconut milk layering part. So we can use the as much as we want. അപ്പോൾ ഗൈസ്, നമ്മുടെ ലാസ്റ്റ് ലെയർ മാംഗോ ആണ് ഇപ്പോൾ ഇട്ടത് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ലെയറിങ് പാർട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ തന്നെ നിന്ന് കുക്ക് ചെയ്യുന്നത്. ആസ് എ ഡെക്കറേഷൻ ഈ മാംഗോ പ്യൂരി ഇങ്ങനെ is garnishing. We are using the almonds, chopped almonds. ഇതാണ് അപ്പം നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ ഈ ലുക്കാണ് ഏറ്റവും നല്ലതായിട്ട് ഇതിനെ കാണാൻ പറ്റുന്നത്. So now we are going to do the final part. That is, we need to freeze the pudding for about 1 hour. Guys, we can check it at. ഇപ്പം 10:50 ആയി. So the time is 10:50. We can check it at 11:50. Our pudding is ready. നമ്മൾ നമ്മുടെ സാധനം ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എടുക്കുന്നതിൻ്റെ വീഡിയോ കാണിക്കാൻ പറ്റുന്നില്ല, ഒരു ഫോൺ നമ്മൾ എടുക്കണം. ഫുൾ ലെയർ ആയിട്ട് കഴിക്കണം. നല്ല നല്ല അല്ലേ? നമ്മൾ
സക്സസ് ആയി ഗൈസ് നമ്മുടെ പരീക്ഷണം. നമ്മളിങ്ങനെ ഫുള്ളിങ്ങനെ ഒരു എല്ലാ ശിഷ്യ ചളവാക്കല്ലേ, സഹായം വല്ലതും വേണം പറയണം. പുഡിംഗ് കാണിക്കരുത്. അപ്പോൾ നമ്മുടെ പുഡിങ് അമ്മയ്ക്കും പേരമ്മയ്ക്കും അച്ഛനും അഞ്ചു ചേച്ചിക്കും കൊടുത്തു. അപ്പോൾ ഇവർ വന്നപ്പോഴത്തേക്കും ഫ്രീസായിപ്പോയി കേട്ടോ. രാത്രി വരെ ഫ്രിഡ്ജിൽ തന്നെ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നല്ല കട്ടിയായി. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. നമുക്ക് അഞ്ചു ചേച്ചിയോട് ഇനി ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യമ്മി പുഡിംഗ് വ്ളോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.